മഹിസാറ് വരുന്നത് വരെ പോലീസുകാരുമായി എനിക്ക് വേണ്ടി തർക്കിച്ചതും വഴക്കൂടിയതും നിശാന്ത. മഹിസാറ് പോലീസുകാരുടെ മുന്നിൽ വെച്ച് എന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞോടാ ഞാൻ ഒതുങ്ങിയത്. അല്ലെങ്കിൽ ഒരു പോലീസുകാരനും കല്യാണി ഈ ക്യാമ്പസിൽ നിന്ന് പുറത്തു കൊണ്ടുപോയില്ലായിരുന്നു. എനിവേ താൻ രക്ഷപ്പെട്ടല്ലോ. അതിന്റെ പേരിലുള്ളൊരു ഗിഫ്റ്റായത്. ഇത് ഞാൻ ഇന്നലെ കല്യാണിക്ക് സമ്മാനിച്ച സെയിം ബുക്കാ. കല്യാണി ഇതിന്റെ കവർ കണ്ടില്ലേ? പക്ഷേ ഇത് ഈ പുസ്തകത്തിന്റെ ലേറ്റസ്റ്റ് എഡിഷനാ. ഇന്നലെയാണ് പബ്ലിഷ് ആയത് പോലും. നിശാന്ത് പറഞ്ഞത് ശരിയാ. സാറിന്റേത് പഴയ എഡിഷനായിരുന്നു, ഇത് ലേറ്റസ്റ്റാ. പഴയ ആളുകൾ സമ്മാനിക്കുന്നത് പഴയ എഡിഷൻ ആയിരിക്കുമല്ലോ. ന്യൂജൻ ആണല്ലോ ന്യൂ എഡിഷൻ സമ്മാനിക്കുക. നമ്മൾ രണ്ടാളും ന്യൂ എഡിഷൻ ആണല്ലോ കല്യാണി. സാറ് നമുക്ക് തൊട്ട് മുമ്പുള്ള എഡിഷൻ അല്ലേ, നമ്മുടെ സീനിയർ. എന്തായാലും പഴയ എഡിഷനും പുതിയ എഡിഷനും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഇറ്റ്സ് ഓക്കെ. ഞാൻ ക്യാൻറ്റീനിലേക്ക് പോവാം. കല്യാണി വരുന്നോ? ഒരു ചായ കുടിക്കാം. സാറുമാ? അത് വേണ്ട, ഞങ്ങളിപ്പം വീട്ടിൽ നിന്ന് ചായ കുടിച്ചതേ ഉള്ളൂ. ചിന്നുവാ. ഹരികൃഷ്ണൻ സിനിമ പോലെ ആവോളയാ. പോടാ. സർ, സാറിനെ പ്രിൻസിപ്പൾ വിളിക്കുന്നു. ആ ദക്ഷയും കൂട്ടരും ക്ലാസ്സിനുള്ളിൽ തന്നെ വലിച്ചു കയറുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്കൊരു ടെൻഷൻ. ഞാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ അത്ര പ്രോബ്ലം ഉണ്ടാക്കില്ലായിരുന്നു. അല്ല, അതോർത്ത് സാറ് വിഷമിക്കണ്ട. ദക്ഷ കല്യാണി ഒന്നും ചെയ്താൽ ഞാൻ നോക്കിക്കോളാം സാർ. സാറ് സമാധാനമായിട്ട് പ്രിൻസിപ്പളിന്റെ ഓഫീസിലേക്ക് പോക്കോ. നിശാന്ത് എന്താ ചായ കുടിച്ചില്ലേ? നിങ്ങളില്ലാതെ എന്ത് ചായ സാർ? അല്ല, നീ ഇങ്ങനെ എപ്പോഴും ഉണ്ടാവില്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്കൊരു സമാധാനം. ഇവിടെ വിട്ട് എങ്ങോട്ടേക്ക് മാറല്ലേ? ഏയ് ഇല്ല സാർ. പ്രിൻസിപ്പലിനെ ഇപ്പൊ തന്നെ കാണുന്നുണ്ടോ? ഇപ്പൊ തന്നെ കൂട്ടിക്കൊണ്ട് പോകാനാ പറഞ്ഞേ. താൻ നടക്ക്. നമുക്ക് ആദ്യം ക്യാൻറ്റീനിലേക്കൊന്ന് പോവാം. അവിടെ ചെന്ന് ഒരു ചായയും സ്നാക്സും കഴിച്ചിട്ട് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ അല്ലേ? അല്ല, അപ്പൊ നേരത്തെ ചായ കുടിച്ചു എന്ന് പറഞ്ഞതോ? അതപ്പോഴല്ലേ. നിശാന്ത് വാ. താൻ എന്താണ് നോക്കിക്കുന്നേ? ഞാൻ വന്നോളാം. പൊക്കോ. ശരി. നിശാന്ത്, ഒന്നുമില്ല.